നഖം മുറിക്കലിന് എന്തെങ്കിലും നിബന്ധനകളുണ്ടോ? ചൂണ്ടുവിരലിൽ നിന്ന് തുടങ്ങണം എന്ന് കേൾക്കാനിടയായി. അങ്ങനെയുണ്ടോ? നമ്മൾ മുറിക്കുന്ന നഖവും മുടിയുമൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇസ്ലാം വൃത്തിക്ക്, ശുദ്ധിക്ക് വളരെ പ്രാധാന്യം നൽകുന്നു എന്ന് ആമുഖത്തിൽ പറഞ്ഞുവല്ലോ. ഇവിടെ സുനനുൽ ഫിത്ര എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. മുൻകാല പ്രവാചകന്മാരൊക്കെ തന്നെ ചെയ്ത പ്രവാചകന്മാരുടെ ചര്യക്കാണ് സുനനുൽ ഫിത്ര എന്ന് പറയുന്നത്. ചില ഹദീസുകൾ അത് 10 എന്ന് പറയുന്നുണ്ട്, അല്ലാത്ത കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അതിൽപ്പെട്ടതാണ് വത്തഖലീമുൽ അലാഫിർ, നഖം മുറിക്കുക. ഇപ്പോൾ പലരും പറയാറുണ്ട് ഇസ്ലാം പ്രാകൃതമാണ്, പഴഞ്ചനാണ് എന്ന്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം ശുദ്ധിക്കും നദാഫത്തിനും തഹാറത്തിനും നൽകിയിരുന്ന പ്രാധാന്യം മനസ്സിലാക്കുകയാണെങ്കിൽ ഇതുപോലെ മറ്റാരും തന്നെ പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോവുകയല്ല. ഇവിടെ നഖം മുറിക്കുക, നമുക്കറിയാം നഖത്തിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്, അഴുക്കുകളുണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചതാണ് നഖം മുറിക്കണം എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഈ കാര്യങ്ങളൊന്നും 40 ദിവസത്തിലധികം നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല എന്നാണ്. എന്നാൽ അത് ഏത് വിരലിൽ നിന്ന് തുടങ്ങണം, ഏതിൽ അവസാനിപ്പിക്കണം എന്ന് കൃത്യമായി പ്രമാണങ്ങൾ ഒന്നുമില്ല. പൊതുവെ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാന യുഅജിബുഹു തയമ്മുൻ ഫീ തനഉലിഹി വതറജ്ജുലിഹി വതഹൂരിഹി വഫീ ശഅനി കുല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നല്ല കാര്യങ്ങളൊക്കെ വലത് ഭാഗം കൊണ്ട് തുടങ്ങലായിരുന്നു താല്പര്യം എന്ന് കാണാൻ സാധിക്കും. അത് ചെരുപ്പിടുന്നതാകട്ടെ, അതേപോലെ തന്നെ ശുദ്ധീകരണത്തിലാകട്ടെ, മുടി ചീകി വെക്കുന്നതിലാകട്ടെ ഒക്കെ വലത് ഭാഗം കൊണ്ട് ആരംഭിക്കുക എന്നാണ്. അപ്പോൾ ഏതായിരുന്നാലും കൃത്യമായൊരു മാനദണ്ഡം ഇല്ല. ഒരു പക്ഷേ ഈ ആളുകൾക്കൊക്കെ ഇങ്ങനെ ഈ വിരൽ കൊണ്ട് ചില ആളുകൾക്ക് ഇന്ന ദിവസം, ഒരു പ്രത്യേക ദിവസം, ആഴ്ചയിൽ വ്യാഴാഴ്ച എന്ന് തോന്നുന്നു, അന്ന് നഖം മുറിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഇന്ന വശത്തുനിന്ന് നഖം മുറിക്കൽ ആരംഭിക്കാൻ പാടില്ല. അതൊക്കെ ഒരു പക്ഷേ ജനങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയായിരിക്കാം. അതിനൊന്നും പ്രമാണങ്ങൾ കൃത്യമായ രേഖയില്ല. ഈ വൈകുന്നേര സമയങ്ങളിലും ആ രൂപങ്ങളിലൊക്കെ. പിന്നെ മറ്റൊന്ന്, ഇത് എന്താണ് ചെയ്യേണ്ടത്? അത് ഒന്ന് ഇപ്പം നമ്മളൊരാളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വീടിൻ്റെ മുറ്റത്തും ഉമ്മറപ്പടിയിലുമൊക്കെ കുറേ നഖവും മുടിയും ഉണ്ടെങ്കിൽ നമ്മളെന്താണ് ആ വീട്ടുകാരെക്കുറിച്ച് മനസ്സിലാക്കുക? ഒന്നും വേണ്ട, നമ്മൾ കഴിക്കുന്ന ചോറിൽ നിന്ന് ഒരു മുടി കിട്ടിക്കഴിഞ്ഞാൽ മുടി നജസല്ല. എന്നിരുന്നാലും മുടി കിട്ടിക്കഴിഞ്ഞാൽ ചില ആളുകൾ ഒന്നായി ഛർദ്ദിക്കും, പിന്നീട് അയാൾക്ക് ഒരു ദിവസത്തേക്ക് ഭക്ഷണം തന്നെ വേണ്ടി വരില്ല. അപ്പോൾ ഒരു നജസ് അല്ലെങ്കിലും ഒരു വൃത്തിഹീനമായ ഒരു അവസ്ഥയായി പരിഗണിക്കും. അതുകൊണ്ട് തന്നെ അതല്ലാത്ത രൂപത്തിൽ കുഴിച്ചിടുകയോ ഒഴിവാക്കിയോ അല്ലെങ്കിൽ നമ്മൾ വേസ്റ്റ് കീസുകളിലിട്ട് പുറത്തേക്ക് കളയുന്ന രൂപത്തിൽ ഒക്കെ ചെയ്യാവുന്നതാണ്. പ്രത്യേക നിർദ്ദേശമൊന്നുമില്ല. ചില ആളുകൾ ഇത് ഒരു പക്ഷേ മുടി അത് സിഹറിന് വേണ്ടി ചില ആളുകൾ ഉപയോഗിക്കാം എന്നതുകൊണ്ട് അതിങ്ങനെ കുഴിച്ചിടണം എന്നൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഒരു അഭംഗിയാണ് അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഒഴിവാക്കുകയാണ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഇല്ല, അങ്ങനെ കുഴിച്ചിടണം എന്ന് പ്രത്യേകിച്ച് നിബന്ധനയില്ല. അത് ശരീരത്തിലെ അവയവമാണല്ലോ എന്നൊരു സംശയത്തിലാണ് ഒരു പക്ഷേ മുടിയും നഖവുമൊക്കെ കുഴിച്ചിടണോ ആ രൂപത്തിലല്ല. അതായത് മനുഷ്യ ശരീരം ദഫൻ ചെയ്യുക, അപ്പം മരിച്ചു കഴിഞ്ഞാൽ കബറടക്കുക എന്ന രൂപത്തിൽ കുഴിച്ചിടുക എന്ന അർത്ഥത്തിലല്ല കുഴിച്ചിടണം എന്ന് പറയുന്ന ആളുകൾ തന്നെ അതിന് കാരണമായി പറയുന്നത് ഈ സിഹറും ഒക്കെ ചെയ്യുന്ന ആളുകൾ ഈ മുടി ഉപയോഗിച്ചുകൊണ്ട് ഒരു പക്ഷേ ചെയ്തേക്കാം എന്നതുകൊണ്ടാണ് പലപ്പോഴും അങ്ങനെ പറയുന്നത്.